അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി തുറമുഖ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഹിജ്റ 929 523 വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹത്തായ മസ്ജിദ് ചെമ്പിട്ടപ്പള്ളി എന്ന് പ്രസിദ്ധിയാർജിച്ച ഈ മസ്ജിദിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. മൗലാന മുഹമ്മദ് സയ്യിദ് ബുഖാരി തങ്ങൾ അവർകൾ പുനർനിർമ്മിക്കപ്പെട്ട ഈ മഹത്തായ മസ്ജിദിൻ്റെ ഓരത്ത് തങ്ങൾ അവരുടെ ഉപ്പാപ്പയായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളവരുടെ മക്ബറ കൊണ്ടും അനുഗ്രഹീതമാണ് ഈ പവിത്രമായ പള്ളി. ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചും കൊച്ചി തുറമുഖത്തോടും കേരളക്കരയോടും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതിൻ്റെ ചരിത്രത്തോടും നമുക്ക് കൂടുതൽ കടപ്പാടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ഇത് എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിലെ കൊച്ചങ്ങാടി ജമാഅത്ത് പള്ളി. ചെമ്പിട്ട പള്ളി എന്ന പേരിലാണ് ഈ പള്ളി പ്രസിദ്ധമായിട്ടുള്ളത്. നൂറ്റാണ്ടുകളുടെ പഴക്കം രേഖപ്പെടുത്തിയ കൃത്യമായ രേഖകൾ ഇല്ലെങ്കിലും ഈ പഴക്കം ചെന്ന പള്ളി പുതുക്കിയത് ഹിജ്റ 926 ആയിരുന്നു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 503 വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കിയ ഈ പള്ളിയുടെ പഴമ നമുക്ക് മനസ്സിലാക്കാം. ഹസ്രത്ത് സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർകളാണ് ഈ മസ്ജിദ് പുതുക്കിയത്. മൗലൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവർകളുടെ പിതാവിൻ്റെ ഉപ്പാപ്പയാണ് ചെമ്പിട്ട പള്ളിയുടെ ചാരത്തുള്ള ദർഗാ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അസ്സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങളവർകൾ. അസ്സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവർകളുടെ പിതാവാണ് ബുഖാറയിൽ നിന്നും വളപട്ടണത്തെത്തിയ അസ്സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവർകൾ. AD 15-ാം നൂറ്റാണ്ടിലാണ് ഇവർ കേരളത്തിലെത്തിയത്. ഈ മഹാനവർകൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 28ാമത്തെ പൗത്രനാണ്. ഭാര്യ ഭൃതൃ ശിഷ്യ സമേതമാണ് ഈ മഹാത്മാവ് ഇന്നാട്ടിൽ എത്തിച്ചേർന്നത്. ലോക പ്രശസ്തമായ കൊച്ചിയിലെ ചെമ്പിട്ടപ്പള്ളി കൊച്ചങ്ങാടി ജമാഅത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നൂറ്റാണ്ടോളം ഈ പള്ളിയിൽ മുദരിസും ഖത്തീബുമായിരിക്കുന്ന അൽഹാജ് KK അബ്ദുറഹ്മാൻ മുസ്ലിയാർ MFB അവർകളും അതോടൊപ്പം ഈ പള്ളിയിലെ ഭാരവാഹികളും ഈ ചരിത്രം നമ്മോട് വിളമ്പുന്നു. കൊച്ചങ്ങാടി ചെമ്പിട്ട പള്ളി എന്നറിയപ്പെടുന്ന ഈ മഹത്തായ പള്ളി പുതുക്കി പണിതിട്ട് 503 വർഷം ആയി കാണും. അതിനു മുമ്പ് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അത് സ്ഥാപിച്ചത് സയ്യിദ് മുഹമ്മദ് മൗല, അതായത് ഈ പള്ളി പുതുക്കി പണിത അദ്ദേഹത്തിൻ്റെ വലിയ ഉപ്പാപ്പ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അദ്ദേഹം സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ ചെമ്പിട്ട പള്ളിയുടെ ചാരത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് വളപട്ടണം സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി എന്നറിയപ്പെടുന്നു. അദ്ദേഹം റഷ്യയിലെ ബുഖാറയിൽ നിന്ന് കടൽ മാർഗം വളപട്ടണത്ത് എത്തിച്ചേരുകയും അവിടുത്തെ അന്നത്തെ ഖാദിയായിരുന്ന സീതി ഇബ്രാഹിം തങ്ങളുടെ പുത്രിയെ വിവാഹം കഴിക്കുകയും അതിൽ ജനിച്ച ഏക സന്താനമാണ് ഈ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളവറുകൾ. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകനാണ് ഈ സയ്യിദ് മുഹമ്മദ് മൗല തങ്ങൾ. മൂന്നാമത്തെ പേരമകനാണ് സയ്യിദ് മുഹമ്മദ് മൗല തങ്ങൾ.
ഇദ്ദേഹം കവരത്തി ദ്വീപിലാണ് ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മുഹമ്മദ് പൊന്നാനി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പൊന്നാനി മഹദൂം കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് പൊന്നാനിയിലാണ്. അപ്പോൾ കവരത്തി ദ്വീപിൽ നിന്ന് മൗല തങ്ങൾ വളപട്ടണത്ത് ചെറുപ്പകാലത്തിൽ തന്നെ ജ്യേഷ്ഠ സഹോദരനോട് ഒരുമിച്ച് വളപട്ടണത്ത് വന്ന് അവിടെ നിന്ന് മതപഠനങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നീട് മതപ്രബോധന രംഗത്തേക്ക് തിരികെയും അദ്ദേഹം തമിഴ്നാട്ടിലെ കായൽപട്ടണം അതുപോലെ പല പ്രദേശങ്ങളിലും അദ്ദേഹം ഇസ്ലാം മത പ്രബോധനത്തിനായി നടത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പള്ളികൾ പണിതിട്ടുണ്ട്. കൊച്ചിയിലെ ചെമ്പിട്ട പള്ളി, അതുപോലെ നെട്ടൂർ പള്ളി, കൊച്ചിയുടെ സമീപത്തുള്ള നെട്ടൂർ എന്നറിയപ്പെടുന്ന നെട്ടൂർ പള്ളി, വടകരയിലുള്ള വടകര കോട്ടൂർ പള്ളി, പിന്നെ തിരുവാങ്കൂർ പള്ളി, കണ്ണൂർ സിറ്റിയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. കണ്ണൂർ സിറ്റിയിലുള്ള ജുമാഅത്ത് പള്ളി, ഇതെല്ലാം സെയ്ദ് മുഹമ്മദ് മൗല തങ്ങൾ പണിയിച്ചിട്ടുള്ള പള്ളികളാണ്. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പിതാക്കളിൽ നിന്നും ധാരാളം അത്ഭുത കറാമത്തുകൾ, അത്ഭുത സിദ്ധികൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ ഉപ്പാപ്പ സെയ്ദ് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളവറുകൾ ഒരവസരത്തിൽ ഒതുകൊടുക്കാൻ വേണ്ടി അർദ്ധരാത്രി സമയത്ത് ഒതുകൊടുക്കാൻ വേണ്ടി കിണറ്റിൻ്റെ അരികിൽ ചെന്ന് ഇരുന്ന് ഒതുകൊടുക്കുന്നത് കണ്ടു. അന്നത്തെ പള്ളിയിലെ മുഖറിയായിരുന്ന ഒരാൾ കണ്ടു. അദ്ദേഹം അത്ഭുതപ്പെട്ട്, വെള്ളം കിണറിൻ്റെ ഏറ്റവും അടിയിലാണ് കിടന്നിരുന്നത്. അവിടെ കരയിൽ നിന്ന് ഒതുകൊടുക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം അത് അത്ഭുതപ്പെട്ടു. അപ്പോൾ ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആരോടും ആ കാര്യം പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതകാലത്തൊന്നും നീ ആരോടും പറഞ്ഞു പോരുതെന്ന് പറഞ്ഞു. അപ്പോൾ കിണറ്റിൻ്റെ അടിയിൽ കിടന്ന വെള്ളം മേലോട്ട് പൊന്തി വന്ന് അദ്ദേഹത്തിന് സൗകര്യമായി ഒതുകൊടുക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. കുറേ കാലം ഇദ്ദേഹം ആരോടും പറയാതെ ഇങ്ങനെ ഇരുന്നുവെങ്കിലും പിന്നീട് വീട്ടിൽ ചെന്ന് ഭാര്യയോട് സ്വകാര്യമായിട്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പിന്നെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അത് ഇങ്ങനത്തെ ഒരു ഭയങ്കരമായ അത്ഭുത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ അദ്ദേഹം ഒതുകൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വെള്ളം ഇങ്ങനെ മേലോട്ടിങ്ങനെ കോരി എറിയുന്നത് ഒരാൾ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണിത് തങ്ങളിങ്ങനെ വെള്ളം ഇങ്ങനെ മേലോട്ട് കോരി എറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മക്കയിലൊരു തീപിടുത്തമുണ്ട്, ആ തീ ഞാൻ കെടുത്തിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഭയങ്കരമായ അത്ഭുത സിദ്ധികൾ ഇവരിൽ നിന്ന് വെളിവായിട്ടുണ്ട്. ചെമ്പിട്ട പള്ളിയിൽ കാണുന്ന ദർഗാ ഷരീഫിലെ രണ്ടാമത്തെ മഖ്ബറ സയ്യിദ് ഫഖറുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു എന്നവരുടേതാണ്. സയ്യിദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവരുടെ പുത്രനാണിവർ. അല്ലഫൽ അലിഫ് മുതലായ അനവധി ഗ്രന്ഥങ്ങളുടെ കർത്താവും പണ്ഡിതവര്യനുമായിരുന്ന ഉമറുൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശിയും ലോക പണ്ഡിതനുമായിരുന്നു. സയ്യിദ് മൗലൽ ബുഖാരിയുടെ ശിഷ്യഗണങ്ങളിൽ പ്രധാനിയാണ് ഈ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു തആല അൻഹു. ചെമ്പിട്ട പള്ളി പുനർനിർമ്മിച്ച സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ അവർകളാണ് എറണാകുളത്തെ നെട്ടൂർ പള്ളി, വടുതലയിലെ കോട്ടൂർ കാട്ടുപുറം പള്ളി, തിരുവിതാംകൂർ പള്ളി എന്നിവ നിർമ്മിച്ചതും. തലശ്ശേരിയിലെ കേയി പള്ളിയാണ് കൊച്ചിയിലെ ചെമ്പിട്ട പള്ളി പോലെ രൂപസാദൃശ്യമുള്ളതും ചെമ്പിട്ടിരിക്കുന്നതുമായ കേരളക്കരയിലെ മറ്റൊരു പള്ളി.
മഹത്തായ മസ്ജിദ് പുനർനിർമ്മിച്ച സയ്യിദ് മൗലൽ മുഹമ്മദ് ബുഖാരി തങ്ങൾ അവർകൾ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറഞ്ഞതായ ഒരു മഹത്തായ ചരിത്രമുണ്ട്. ആ ചരിത്രത്തെക്കുറിച്ച് ഉസ്താദ് അവർകൾ നമ്മളോട് പറയും. അതായത് വളപട്ടണത്ത് സയ്യിദ് മുഹമ്മദ് മൗല തങ്ങളുടെ ഭാര്യയുടെ പിതാവായ സയ്യിദ് ഇബ്രാഹിം തങ്ങൾ, അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽ വന്നിട്ടുള്ള ആളാണ്. സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 28ാമത്തെ പൗത്രനാണ്. അപ്പോൾ ആ സയ്യിദ് ഇബ്രാഹിമിന് ഒരു സലാം പറഞ്ഞേക്കുകയെന്ന് ഖിളർ നബി അലൈഹിസ്സലാം അക്കാലത്തുള്ള ഒരു വലിയനോട് സന്ദേശം പറഞ്ഞേക്കുകയുണ്ടായി. അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അവിടുത്തെ ഖാദിയായ സയ്യിദ് ഇബ്രാഹിമിൻ്റെ മഹത്വം എത്രത്തോളമുണ്ടെന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഹത്തായ മസ്ജിദിൻ്റെ ഇന്നത്തെ പ്രവർത്തനത്തെക്കുറിച്ചും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട മറ്റ് മഹല്ലുകളെക്കുറിച്ചും ഇതിൻ്റെ ഭാരവാഹികൾ വിശദീകരിക്കും. കൊച്ചങ്ങാടി ചെമ്പിട്ടപള്ളി എന്നറിയപ്പെടുന്ന കേരളത്തിൽ തന്നെ ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള ഈ പള്ളി ഉദ്ദേശം 1500-ൽ പരം കുടുംബാംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ല് ജമാഅത്താണ്. ഈ പള്ളിയുടെ കീഴിൽ നേരിട്ടുള്ള ഭരണത്തിൽ ഒരു തക്യാവ് പള്ളി, കൊച്ചങ്ങാടി മുഹീദ്ദീൻ പള്ളിയും ദാറുസ്സലാം മദ്രസ എന്നറിയപ്പെടുന്ന ഒരു മദ്രസയും ഉദ്ദേശം 150ഓളം വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ആ മദ്രസയും നേരിട്ടുള്ള ഭരണത്തിലും 3 ജുമ നടക്കുന്ന പള്ളികളും അതുകൂടാതെ ഏതാനും തക്യാവ് പള്ളികളും ഈ മഹല്ല ജമാഅത്തിൻ്റെ പരിധിക്കുള്ളിലുണ്ട്. എല്ലാ വർഷവും ഈ ബദർ ദിനത്തിൽ 12,000-ഓളം കുടുംബാംഗങ്ങൾക്ക് മൗലൂദ് പാരായണത്തിന് ശേഷം, ബദർ മൗലൂദിന് ശേഷം പള്ളിയുടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് എല്ലാ കുടുംബങ്ങൾക്കും. പള്ളിയുടെ ഭരണസമിതി 24 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ്. അതിൽ 2 കൈക്കാരന്മാരാണ്. കൈക്കാരന്മാർ എ ബി സെക്ഷൻ തിരിച്ച് എ സെക്ഷനിൽ നിന്നും ഞാനും ബി സെക്ഷനിൽ നിന്നും ഇൻചാർജായി ഇപ്പോൾ PH ഹുസൈൻ സാഹിബാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ ദൈനംദിന കാര്യങ്ങളും മറ്റും ചുമതല നിർവഹിക്കുന്നതിന് കമ്മിറ്റി അംഗങ്ങളും കമ്മിറ്റിക്കാരും കൂട്ടായ സഹകരണ നിമിത്തം പള്ളിയുടെ പഴമ അതേപടി നിലനിർത്തി അതിൻ്റെ കാലാകാലങ്ങളിലുള്ള മിനുക്കുപണികൾ പൂർത്തീകരിക്കുന്നതിൽ പള്ളി കമ്മിറ്റി അത്യന്തം ശ്രദ്ധിക്കാറുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് പള്ളിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർസും മദ്രസയും കൂടാതെ ചെമ്പിട്ടപള്ളി കൊച്ചങ്ങാടി ജമാഅത്തിൻ്റെ കീഴിൽ 5 ജുമാഅത്ത് പള്ളിയും 11 നിസ്കാര പള്ളികളുമുണ്ട്. 2000-ഓളം കുടുംബങ്ങൾ ഉള്ള ഈ പള്ളിയുടെ ഭരണം നടത്തുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്.